കർത്താവെ, അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ എന്ന ശിഷ്യരുടെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? പേജ് നമ്പർ 79 ഫസ്റ്റത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരത് ചോദിച്ചപ്പോൾ ഈശോ എന്താണ് അതിന് ഉത്തരം പറഞ്ഞത്? പറഞ്ഞ സെൻറ്റൻസ് വായിക്കാം. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അത് ഒരു വചനമാണ്. അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് എഴുതി വയ്ക്കാൻ പറ്റിയ ഒത്തിരി നല്ലത്. എങ്കിലും കൃത്യമായിട്ട് അതൊന്ന് പഠിച്ച് സാധിക്കുന്ന അത്രയും ഭംഗിയായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് പറഞ്ഞത്? പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത് ശക്തമായൊരു വചനമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ വചനം പറയുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മളിൽ നിറയുന്നുണ്ട്. ഒരു ശക്തി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ വചനം ബൈഹാർട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ആ റെഡ് കളറിൽ എഴുതിയതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഈശോ ശിഷ്യർക്ക് നൽകിയ ദൗത്യം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 80 വരുന്നത്. പ്രേഷിത ദൗത്യം എന്നുള്ള ഭാഗത്ത് സ്വർഗാരോഹണത്തിന് മുൻപായി ഈശോ ശിഷ്യരെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. സർവ്വലോകത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുവാനുള്ള ദൗത്യമാണ് ഈശോ ശിഷ്യർക്ക് നൽകിയത്. പഠിപ്പിക്കുക എന്നത് സഭയുടെ പ്രധാന ദൗത്യമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ മാമോദീസ വഴി ഈശോയിലേക്ക് ഉൾച്ചേർക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തായിരുന്നു ഈശോ നൽകിയ ദൗത്യം? എന്തായിരുന്നു? സർവ്വലോകത്തിന് വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുക. അതായത് ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുക, പഠിപ്പിക്കുക എന്നാണ് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. മാമോദീസ നൽകുക, അവരെ സഭയിലേക്ക് ചേർക്കുക, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈശോയെക്കുറിച്ച്, ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ശിഷ്യർക്ക് ഈശോ നൽകിയ പ്രധാനപ്പെട്ട ദൗത്യം.